ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലത്തെ വീഡിയോ. എൻ്റെ കുറച്ച് കോഴികളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ കോഴികളുണ്ടായിരുന്നു. എല്ലാവരും നോക്കിയിട്ട് ബുക്കിയാണ്. എന്താടി എന്ത് എന്തൊക്കെയോ പറയുന്നു. എന്തുമോളെ? എന്താടി എന്ത് പ്രശ്നം? എന്തുമോളെ മക്കളെ? എൻ്റെ കോഴി മക്കള് അവരോട് സംസാരിക്കേ. എന്തോന്നടി? കാര്യം പറ. എല്ലാവരും നോക്കുകയാണ്. എന്തൊരു മക്കളെ? മക്കൾക്ക് ചാപ്പാട് തന്നില്ലേ? മക്കൾക്ക് തീറ്റ തന്നില്ലേ? മോൻ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം അവൻ 10-10:30 ആവും വരാൻ വൈകുന്നേരത്ത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ സമയം ചിലവഴിക്കുന്നത് എൻ്റെ കോഴികളായിട്ടും പിന്നെ എൻ്റെ ദത്തം പൂച്ച ഇവരുമായിട്ടൊക്കെയാണ് ഞാൻ സമയം ചിലവഴിക്കുന്നത്. എനിക്ക് ജോലിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കോഴികൾ മുട്ടയിടയ്ക്ക് ഇറങ്ങണം. ജോലികളുണ്ട്. മിനിറ്റ് ഒരു 24 മണിക്കൂറിൽ ഒരു 6-6:30 മണി വരെ കൂട്ടിൻ്റെ അകത്താണ്. അരമണിക്കൂർ ഇടവിട്ട് ഇറങ്ങും. എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. എൻ്റെ പരാതി പറയുകയാണ്. എന്ത് മോളെ? എന്ത് പ്രശ്നം? എന്തേലും മക്കളെ? എന്തിനാ? അതിന് കോഴിയൊക്കെ കൊടുക്കാനുള്ള തീറ്റ എടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഇതിൽ കൂടെ കുറച്ച് തവിടും കുറച്ച് ഗോതമ്പും കൂടെ ഇട്ട് രാവിലത്തെ തീറ്റ അവർക്ക് കൊടുക്കും. ഇത് മറ്റേ ലൈർമാഷ് കോഴിക്ക് കൊടുക്കുന്ന തീറ്റ. അപ്പോൾ അത് കൊടുത്തിട്ട് വരാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, കോഴിയൊക്കെ കൊടുക്കാനുള്ള തീറ്റ. കുറച്ച് തീറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തവിടും കുറച്ച് ഗോതമ്പും കൂടെ ഇട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഇച്ചിരി വെള്ളവും കൂടെ നനച്ച് കൊണ്ടുവന്ന് കൊടുക്കും. ഇതെൻ്റെ കോഴികളുടെ മുട്ടയാണ് ഞാൻ കാണിച്ചത്. ഇവിടെ അടുത്ത് ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇതിപ്പോൾ 36 മുട്ടയുണ്ട്. 3 ട്രേയിലായിട്ട് 12 മുട്ട വീതം. ഇനി ഇതുപോലത്തെ ഒരു ട്രെയും കൂടെ ഉണ്ട്. അത് കടയിൽ കിടക്കുന്നതേ ഉള്ളൂ. അതിന് എടുത്തുകൊണ്ട് വരണം. മുട്ട കൊണ്ട് കൊടുത്തിട്ട് എടുത്തുകൊണ്ട് വന്നില്ല. എൻ്റെ ചിലവിന് മീൻ വാങ്ങിപ്പ്, പാല് വാങ്ങിപ്പ്, അങ്ങനെയുള്ള ചിലവുകളൊക്കെ നടക്കും. അത്യാവശ്യം ചിലവുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 35 കോഴികളുണ്ട്. ചൂടായപ്പോഴത്തേക്ക് മുട്ട കുറവായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, മാറ്റമുണ്ട്. ഇത് ഇതുപോലെ അടുക്കി വയ്ക്കട്ടെ. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് കടയിൽ മുട്ട കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ള മുട്ടയും കൂടി ഇതിലോട്ട് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ അകത്തോട്ട് പറക്കി വയ്ക്കാം.
ആങ്ങളയുടെ ഒരു കടയുണ്ട്, അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. 30 മുട്ട, 40 മുട്ട, 45, 50 അങ്ങനെ കണക്കില്ല. അവിടെ മുട്ട ഇല്ലാതിരിക്കുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഇതൊക്കെ ചെറിയ മുട്ടകൾ, ഇതൊന്നും കൊടുക്കത്തില്ല. ഇത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതെൻ്റെ മുട്ട എഴുതുന്ന കണക്ക് ബുക്കാണ്. എൻ്റെ കണക്ക് ബുക്ക്. ദിവസം ഉള്ള മുട്ടകളുടെ കണക്കുകൾ ഞാൻ ഇതിൽ എഴുതി വയ്ക്കും.